ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം കൂടുതൽ വഷളാകുന്നു. ഡൽഹിയിൽ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ ഹിന്ദു സംഘടനകളുടെ വൻ പ്രതിഷേധം. ബംഗ്ലാദേശ് സർക്കാരിന്റെ മുഖ്യോപദേശകൻ മുഹമ്മദ് യൂനിസിന്റെ കോലം കത്തിച്ചാണ് പ്രതിഷേധം. വിസ വിതരണവും കോൺസുലാർ സേവനവും താൽക്കാലികമായി നിർത്തിയെന്ന് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ അറിയിച്ചു. ധാക്കയിലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥനെ ബംഗ്ലാദേശ് വിളിച്ചുവരുത്തി. ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മയെയാണ് ബംഗ്ലാദേശ് വിളിച്ചുവരുത്തിയത്. തങ്ങളുടെ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഹൈക്കമ്മീഷണറോട് ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശ് സംഘർഷത്തിനിടെ മതനിന്ദ ആരോപിച്ച് ദീപു ചന്ദ്രദാസിനെ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയതിനെതിരെയാണ് കൊൽക്കത്തയിലെയും ഡൽഹിയിലെയും ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ പ്രതിഷേധം. വിശ്വഹിന്ദു പരിഷത്തിന്റെയും ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. हमारी मांग यह है कि भारत की सरकार डिप्लोमेटिक दबाव बनाए और वहां हिंदू हत्याएं बंद हो, हिंदू बहनों के बलात्कार बंद हो। दूसरी मांग हमारी ये है कि भारत के अंदर जिस प्रकार से अवैध बांग्लादेशी घुसपैठिए रह रहे हैं उनको जल्द से जल्द भारत से बाहर निकाला जाए, अन्यथा बजरंग दल अपनी कार्रवाई करेगा, उनको बाहर का रास्ता दिखाएगा. പ്രതിഷേധമുണ്ടായതിനെ തുടർന്ന് ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ വിസ സേവനങ്ങൾ താത്കാലികമായി നിർത്തി. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിസ വിതരണമോ കോൺസുലർ സേവനങ്ങളോ ഉണ്ടാകില്ലെന്ന് അധികൃതർ അറിയിച്ചു. ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിലെ ഇന്ത്യൻ വിസ സെന്ററിലെ സേവനങ്ങൾ പ്രതിഷേധങ്ങളെ തുടർന്ന് ഇന്ത്യയും നിർത്തിവച്ചിരുന്നു. ബംഗ്ലാദേശിൽ ദീപു ചന്ദ്രദാസിനെ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയതിനെതിരെയായിരുന്നു ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിലെ പ്രതിഷേധം. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ ആശിഷ് മട്ടുവിനൊപ്പം വിനീത വിജി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.